കുവൈറ്റിലെ അഗ്നിബാധയിൽ എരിഞ്ഞടങ്ങിയ കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താനംകാരനായ ശ്രീഹരി എന്ന 27 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിൻ്റെ വീടാണ് ഈ കാണുന്നത്. അച്ഛൻ പ്രദീപ് ഇന്നലെ രാവിലെ തന്നെ എത്തിയിരുന്നു. അമ്മയുടെ നിലവിളി കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാനാവുന്നതിന് അപ്പുറമാണ്. അത് ഹൃദയം മുറിയുന്ന ഒരു വേദനയാണ് എല്ലാവർക്കും നൽകുന്നത്. ഏറെ പ്രതീക്ഷകളുടെ ജോലിയിൽ പ്രവേശിച്ച് 5-ാം ദിവസമാണ് ഇത്തിത്താനം കിഴക്കേടത്ത് പ്രദീപ് ദീപ ദമ്പതികളുടെ മകനായിട്ടുള്ള ഈ ശ്രീഹരി കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ടത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശ്രീഹരി ഈ മാസം 8-നാണ് കുവൈറ്റിലെ MBTC സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായി ഈ ജോലിയിൽ പ്രവേശിക്കാൻ നാട്ടിൽ നിന്ന് വിമാനം കയറിയത്. അച്ഛൻ പ്രദീപ് അതേ കമ്പനിയിൽ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ്. ഇരുവരും അടുത്തടുത്ത ഫ്ലാറ്റിലായിരുന്നു താമസം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തൊഴിൽ കിട്ടാതെ വന്നപ്പോഴും അവന് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് വിമുഖതയൊന്നും കാട്ടിയില്ല. ആദ്യം എന്തെങ്കിലും ഒരു ജോലി കരസ്ഥമാക്കി അച്ഛൻ ഉള്ള കുവൈറ്റിൽ തന്നെ എത്തുകയും സാവധാനം തൻ്റെ ട്രേഡിലുള്ള ജോലി കണ്ടുപിടിക്കുകയുമായിരുന്നു ശ്രീഹരിയും പിതാവും കരുതിയിരുന്നത്. അങ്ങനെ സെയിൽസ്മാൻ്റെ ജോലി തരപ്പെടുത്തി അച്ഛൻ മകനെ കുവൈറ്റിൽ എത്തിക്കുകയായിരുന്നു ചെയ്തത്. അച്ഛൻ പ്രദീപിനും ശ്രീഹരിക്കും പ്രത്യേക ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ശ്രീഹരി എത്തി 7 ദിവസമേ ആയുള്ളെങ്കിലും ഇരുവരും ദിവസേന കാണാറുണ്ടായിരുന്നു. മകൻ താമസിക്കുന്ന ബിൽഡിങ്ങിന് തീപിടിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ മകനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കാതായതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞു. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഓടിച്ചെന്ന് നോക്കുമ്പോഴും മകനെ കണ്ടെത്തിയില്ല. പിന്നീട് വീണ്ടും കയറി കയ്യിലെ ടാറ്റു നോക്കിയപ്പോഴാണ് അതിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ഇന്നലെ പുലർച്ചെ ആശുപത്രി മോർച്ചറിയിലെത്തി മൃതദേഹം അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. അർജുൻ, ആനന്ദ് എന്നിവരാണ് ശ്രീഹരിയുടെ സഹോദരങ്ങൾ. 24 മലയാളികളുടെ ജീവനാണ് ഈ കുവൈറ്റിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നമുക്ക് നഷ്ടമായത്. ഇവിടെ ശ്രീഹരിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും പ്രിയപ്പെട്ട ശ്രീഹരിക്ക്, യദു എന്ന് വിളിക്കുന്ന ശ്രീഹരിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലും വീട്ടിലും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീഹരി എന്ന് എല്ലാവരും പറയുന്നു. യദുവിൻ്റെ വിയോഗം നാടിനും വീടിനും വിങ്ങലായി അവശേഷിക്കുകയാണ്. നാട്ടുകാരോട് നമുക്ക് അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ ശ്രമിക്കാം. ശ്രീഹരിയുടെ നാട്ടുകാരനാണ്. ഇപ്പം എന്താ പിന്നെ ബോഡി കൊണ്ടുവന്നില്ല ഇങ്ങോട്ട്? ബോഡി വന്നിട്ട് ഇപ്പം മോർച്ചറി വെച്ചിട്ട് സെൻറ്റ് ജൂഡ് ഹോസ്പിറ്റൽ ഉണ്ട് തുരുത്തിയിൽ, അവൻ്റെ മോർച്ചറി വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടത് മോർച്ചറി വെച്ചതിന് ശേഷം. നാളെ ഇനിയിപ്പം ഞായറാഴ്ച 2 മണിക്കാണ് സംസ്കാരം. ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ വരാനുണ്ട്. അപ്പോൾ അത് കാനഡയിൽ നിന്ന് വരണ്ടേ, ഇന്നലെ വരണ്ടേ. പക്ഷേ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് നാളെ വീട്ടിലേക്ക് അദ്ദേഹം വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് നീട്ടി വെക്കേണ്ടി വന്നത്. അതെ, കൃത്യമായി ജൂൺ മാസം 5-ാം തീയതിയാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. ഒരു ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച ഒരാഴ്ച അവിടെ നിന്നു. പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഈ സംഭവം ഉണ്ടായത്. ജോലി കയറി ഒരാഴ്ച. കൊണ്ടുപോയത് ഒറ്റയ്ക്കാണ്. അവിടുന്ന് ആ കമ്പനിയിലേക്കുള്ള 3 പേരുണ്ടായിരുന്നു. അവരൊന്നിച്ചാണ് പോയത്. അച്ഛൻ കുവൈറ്റിൽ തന്നെയാണ് ജോലി. അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ റിസ്കിലാണ് ഈ വിസ കിട്ടിയത്. അദ്ദേഹം കുവൈറ്റിലാണ്. ഇന്ന് രാവിലെ അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട്. അതെ, അദ്ദേഹം ടാറ്റു കണ്ട് ആണ് തിരിച്ചറിഞ്ഞത്. ഇപ്പം അദ്ദേഹത്തിന് ഈ പയ്യൻ്റെ ചേട്ടൻ ഇപ്പം മോർച്ചറി ഇവിടെ വെച്ചേ വെക്കാൻ നേരത്ത് അതൊന്നുകൂടെ വ്യക്തമായിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാനും കണ്ടു. മുഖം പൊള്ളിയിട്ടുണ്ട്, എന്നാൽ തിരിച്ചറിയാൻ മേലാത്ത കുഴപ്പമില്ല, തിരിച്ചറിയാം. കരുവാളിച്ച് കിടപ്പുണ്ടെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഈ ഇച്ചിരി ഇതായിട്ടുണ്ട്, ഈ നീര് വന്ന മുഖമൊക്കെ ഒന്ന് വീർത്തിട്ടുണ്ട്. പക്ഷെ മാറിയിരുന്നു. പക്ഷെ എന്നാൽ അത് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരിക്കലും തൻ്റെ മകനായിരിക്കരുതേ എന്നായിരിക്കല്ലോ അദ്ദേഹം ഓരോന്ന് കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇവർ സഹോദരങ്ങൾ 3 പേരാണ്. അർജുന്, ഈ പയ്യന്, ആനന്ദ്. അങ്ങനെ 3. ഇദ്ദേഹം നടുക്കത്ത് 2ാമത്തെ കുട്ടിയാണ്. പയ്യനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. വളരെ കേട്ടോ, നല്ല അഭിപ്രായമാണ്. കാരണം എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖമാണ് അവൻ്റെ ഉള്ളത്. അത് വീട്ടിലും നാട്ടിലും എല്ലാവർക്കും വേറെ പ്രിയപ്പെട്ടാനായിരുന്നു. പഠിക്കാനും എടുക്കാനാണ്. പഠിച്ചതിന് ശേഷം തൊട്ടടുത്ത് ഒട്ടും സമയം കളയാതെ അദ്ദേഹം ആ തൊഴിലുമായിട്ട് മുന്നോട്ട് പോവുകയും പിന്നെ അച്ഛനോടൊപ്പം വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഉള്ളത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അത് മുഖിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂത്തയാൾ അർജുൻ അദ്ദേഹം സിവിൽ പാസ്സായിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട്ടൊരു കമ്പനി വർക്ക് ചെയ്യാം. അദ്ദേഹമാണ്. ആനന്ദ് ഇളയ കുട്ടി, അദ്ദേഹം ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു കോട്ടയത്ത്.
വളരെ എത്ര വയസ്സായി അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് 27 വയസ്സേ ഉള്ളൂ. അതാണ് ഏറെ എല്ലാവരെയും നമ്പരപ്പെടുത്തുമ്പോൾ അദ്ദേഹമാണ്. ഒരുപാട് ഒരാഴ്ച മുമ്പേ പോയി. സംഭവം വളരെ 5 ദിവസമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് 5 ദിവസമേ ആയുള്ളൂ. 6-ാം ദിവസമാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. കുടുംബത്തെ കാരണം കൊച്ചിലേക്ക് നേരിട്ട് അനുഭവമുണ്ട്. കാരണം വലിയ ഒരു സാഹചര്യത്തിലല്ല അവർ വളർന്നത്. അപ്പം എത്രയും പെട്ടെന്ന് പഠിച്ച് ഒരു ജോലി സമ്പാദിച്ച് അച്ഛനും അമ്മയൊക്കെ നല്ല നിലയിലേക്ക് വളർത്തണം, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു വാശിയും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും ദൈവം അതിനൊന്നും അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്.